നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് 9ാം ക്ലാസ്സിലെ മാത്തമാറ്റിക്സിലെ ചാപ്റ്റർ 4 ഏതായിരുന്നു മൾട്ടിപ്ലിക്കേഷൻ ഐഡന്റിറ്റീസ്. അതില് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്ത് എന്തായിരുന്നു ചാപ്റ്റർ തുടങ്ങിയപ്പോ പ്രൊഡക്റ്റ് ഓഫ് സം ആയി അല്ലെ, രണ്ട് നമ്പേഴ്സിന്റെ പ്രൊഡക്റ്റ് ആയിട്ട് മൾട്ടിപ്ലിക്കേഷൻ 31 into 51 എങ്ങനെ നമ്മൾ എഴുതി, രണ്ടിന്റെയും പ്ലസ് ആക്കി എഴുതി അല്ലെ, 30 + 1 into 50 + 1 എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് പോയി. അത് കഴിഞ്ഞ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചെയ്തത് മൾട്ടിപ്ലിക്കേഷൻ വിത്ത് എ ഡിഫറൻസ് ആയിട്ടാണ് അല്ലെ. നമ്മൾ അവിടെ ഒരു എക്സാമ്പിൾ ചെയ്തത് 29 into 49 ചെയ്തിരുന്നു. 29 നമ്മൾ 30 - 1 ഉം 49 50 - 1 ഉം ആക്കി സബ്ട്രാക്ട് ചെയ്തു അല്ലെ. നമ്പേഴ്സിനെ സബ്ട്രാക്ട് ചെയ്തിട്ട് അപ്പൊ തുടക്കത്തിൽ നമ്മൾ ചെയ്തത് അഡീഷൻ വെച്ചിട്ട്, തൊട്ട് മുമ്പ് നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ വിത്ത് ഡിഫറൻസ് ചെയ്തത് എങ്ങനെയായിരുന്നു അല്ലെ, മൈനസ് ആക്കി ചെയ്തിട്ടായിരുന്നു. അപ്പൊ 30 - 1 into 50 - 1 ആക്കി ചെയ്തിരുന്നു. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സം ആൻഡ് ഡിഫറൻസ്, അഥവാ ആദ്യം പറഞ്ഞതും സെക്കൻഡ് പറഞ്ഞ രീതി രണ്ടും കൂടി മിക്സ് ആക്കിയിട്ട് സമ്മും വേണം ഡിഫറൻസും വേണം. ഒരു എക്സാമ്പിൾ കൂടെ നമുക്ക് പോയി നോക്കാം. 14 into 50 9. 14 നമുക്ക് പ്ലസ് ആക്കി എഴുതാം. അപ്പൊ 10 + 4 ആക്കി എഴുതാം. 59 എങ്ങനെ മാറ്റി എഴുതാം, 60 മൈനസ്, അപ്പൊ ഒന്ന് സം ആക്കി എന്ന് എഴുതി, ഒന്ന് ഡിഫറൻസ് ആക്കി എഴുതി. അപ്പൊ 14 into 59 നമുക്ക് എങ്ങനെ എഴുതാം, 10 + 4 into 60 - 1 എന്ന രീതിയിൽ എഴുതി. എന്ത് ചെയ്യാ, 10 into 60, 10 into 60, 10 into 1, 10 into 1, plus into minus, minus 4 into 60, 4 into 60, രണ്ട് സൈഡിലും പ്ലസ് ആയതുകൊണ്ട് ബുദ്ധിമുട്ടില്ല. 4 into 1, അവിടെ നോക്കുക പ്ലസ് into മൈനസ് ആണ്, മൈനസ്, ദാറ്റ് is 600 minus 10 plus 240 minus 4. പ്ലസിലൊക്കെ ആഡ് ചെയ്യാം. അപ്പൊ 600 അല്ലെ, 600 കൂടി 240 ആഡ് ചെയ്താൽ 840 ആണ്. -10 - 4 ആണ്, -14 ആണ്. ഈക്വൽ ടു സബ്ട്രാക്ട് ചെയ്യാം. 840 - 14 എത്ര കിട്ടി, 6 2 8. 286 ആണ് വന്നത്. നമുക്ക് ഇതിന്റെ ജനറലൈസേഷൻ പറഞ്ഞാലോ അല്ലെ, എന്ത് പറയാം നമുക്ക് അല്ലെ, ഫോർ എനി പോസിറ്റീവ് നമ്പർ x, y, u, with u greater than v, x plus y into u minus v equal to xu minus xv plus yu minus yv ആയി വന്നു. കുറച്ചുകൂടി നമുക്ക് പ്രോബ്ലംസ് ചെയ്ത് നോക്കാം. 52 into 19. 52 എങ്ങനെ മാറ്റി എഴുതാം, 52 equal to 50 plus 2 ആക്കി എഴുതാം. 19 എങ്ങനെ മാറ്റി എഴുതാം, 20 minus 1 ആക്കിയും നമുക്ക് എന്ത് ചെയ്യാം, മാറ്റി എഴുതാം. അപ്പൊ 52-നെ 50 plus 2, 19-നെ 20 minus 1 ആക്കിയും മാറ്റി എഴുതാം. അപ്പൊ 52 into 19 എങ്ങനെ എഴുതി ഞാനിവിടെ അല്ലെ, 50 plus 2 into 20 minus 1 മൾട്ടിപ്ലൈ ചെയ്യാം. 15 into 20 അല്ലെ, 15 into 20, 50 into 1, 50 into 1, അപ്പൊ പ്ലസ് into മൈനസ്, മൈനസ്, പ്ലസ് 20 into 2, 20 into 2, 2 into അല്ലെ 1, അപ്പം പ്ലസ് into മൈനസ്, മൈനസ് 2 into 1. അപ്പൊ അതെന്തായി, 1 0 0 0, 50 plus 40 minus 2 equal to, അപ്പൊ ആരുടെ ആഡ് ചെയ്യുക, പ്ലസിൽ ആഡ് ചെയ്തു. 50 കൂടി 2 ആഡ് ചെയ്താൽ 52. ഇനി സബ്ട്രാക്ട് ചെയ്യാം. 1040 minus 52 സബ്ട്രാക്ട് ചെയ്യുമ്പോൾ എന്താവും, ഇത് 8, ഇത് 8, ഇത് 9. കാരണം എന്താ, ഇത് 10 ആയി, ഇവിടെ എന്തായി, ഇവിടെ 13 ആവും, ഇവിടെ 9 ആയി മാറും. അപ്പൊ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 988 ആണ് ആൻസർ വരുന്നത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 101 into 48. 101-നെ എങ്ങനെ എഴുതി, 100 plus 1 ആക്കി എഴുതാം. 48-നെ 50 minus 2 ആക്കി എഴുതാം. എന്ത് ചെയ്യാം, 101 into 48, അപ്പൊ എന്താവും അല്ലെ, 100 plus 1 into
50 minus 2 ആണ് equal to 100 into 50, 100 into 50, 100 into 2, 100 into 2. അപ്പൊ പ്ലസ് into മൈനസ് മൈനസ്. ഇനി 1 into 50 plus 1 into 50, 1 into 2. അപ്പൊ പ്ലസ് into മൈനസ് മൈനസ് 1 into 2. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താവും 5 0 0 0 200 plus 50 minus 2 equal to. ഇവിടെ ആഡ് ചെയ്യുമ്പോൾ എന്താവും 5050 minus 202 subtract ചെയ്യാം 5050 minus 202. അപ്പൊ ഇത് 10 ആയി, ഇത് 4 ആയി, ഇത് 10 ആയി, ഇത് 4 ആയി, ഇത് 8, ഇത് 4, ഇത് 8, ഇത് 4, 4848. അപ്പൊ 4848 ആണ് 101 into 48ന്റെ ആൻസർ ആയിട്ട് വന്നിട്ടുള്ളത്. അടുത്ത നമ്മള് 97 into 102. നമുക്ക് എങ്ങനെ 97നെ മാറ്റി എഴുതാം? 100 minus 3. 102നെ എങ്ങനെ മാറ്റി എഴുതാം? 100 plus 2. ഇനി മൾട്ടിപ്ലൈ ചെയ്യാം. 97 into 102 എന്ത് ചെയ്യും? 100 minus 3 into 100 plus 2 equal to 100 കൂടി 100 മൾട്ടിപ്ലൈ ചെയ്യാം. 100 into 100, 100 into 2 അല്ലെ? അപ്പൊ പ്ലസ് 100 into 2. 3 into 100 പ്ലസ് into മൈനസ് എന്ന് പറയുമ്പോൾ മൈനസ്. 3 into 2, 3 into 2 equal to 10040. 200 minus 300 minus 6 equal to തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ 200 subtract ചെയ്യാം. 10200 minus 306 subtract ചെയ്യുമ്പോൾ 4 9 8 9. ഇവിടെ എന്താവും? ഇത് 10 ആവും, ഇത് 9 ആവും, ഇത് 11 ആവും, ഇത് 9 ആവും. അപ്പൊ 9894 ആണ് ആര് വരുന്നത് അല്ലെ? 97 into 102 ചെയ്യുമ്പോൾ നമ്മളൊരു ജനറൽ കേസ് പറയാൻ പോവാണ്. 8 into 5നെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക. അപ്പൊ 8 into 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 40 ആണ്. ഇവിടെ 8 ലാർജ് നമ്പറും 5 സ്മോൾ നമ്പറുമാണ് 8നെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അല്ലെ? 5നെ അപേക്ഷിച്ച് 8 ലാർജ് ആണ്. നോക്കുക, ഞാൻ എന്ത് ചെയ്യാണ്? ഇവിടെ ലാർജ് നമ്പർ കൂടി ഒന്ന് ആഡ് ചെയ്യാണ്. ഇവിടെ ലാർജ് നമ്പർ ആരാ? 8 കൂടി ഒന്ന് ആഡ് ചെയ്തു. അതേപോലെ സ്മോൾ നമ്പർ കൂടി ഒന്ന് സബ്ട്രാക്ട് ചെയ്തു. എന്നിട്ട് അതിന്റെ പ്രൊഡക്റ്റ് ചെയ്യാൻ പോവാണ്. അപ്പൊ 8 plus 1 into 5 minus 1 എന്ന് പറഞ്ഞാൽ 9 into 4 എത്ര കിട്ടി? 36. അപ്പൊ ലാർജ് നമ്പർ കൂടി ഒന്ന് ആഡ് ചെയ്യും, സ്മോൾ നമ്പർ കൂടി ഒന്ന് സബ്ട്രാക്ട് ചെയ്യുകയും ചെയ്തപ്പോൾ അതിന്റെ പ്രൊഡക്റ്റ് ഒറിജിനലിനേക്കാൾ ലെസ് ആണ്, അഥവാ കുറയുന്നുണ്ട്. ഇനി തിരിച്ച് നമ്മൾ ആലോചിക്കുകയാണ്. ലാർജ് നമ്പർ ഒന്ന് കുറക്കുക, സബ്ട്രാക്ട് 1 സബ്ട്രാക്ട് ചെയ്തു. അതേപോലെ സ്മോൾ കൂടി ഒന്ന് ആഡ് ചെയ്തു. അപ്പൊ എന്താവും? 7 into 6 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 48. അപ്പൊ എന്ത് ചെയ്യണം? ഇൻക്രീസ് ചെയ്യുന്നു, ഗ്രേറ്റർ ആകുന്നുണ്ട്. ആരുമായിട്ട്? ഈ 40യുമായി നോക്കുമ്പോൾ. ഇവിടെ അപ്പൊ റിസൾട്ട് മാറ്റി നമുക്ക് എന്ത് പറയാൻ പറ്റും അല്ലെ? ഒരു രണ്ട് നമ്പേഴ്സ് ഉണ്ട്, അതിന്റെ ലാർജ് നമ്പറിന് കൂടി 1 ആഡ് ചെയ്യുകയും സ്മോൾ നമ്പർ കൂടി ഒന്ന് സബ്ട്രാക്ട് ചെയ്യുകയും ചെയ്ത് അതിന്റെ മൾട്ടിപ്ലിക്കേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഒറിജിനൽ നമ്പറേക്കാൾ കുറവാണ്, ലെസ് ആണ്. അതേപോലെ ലാർജ് നമ്പറേക്കാൾ ഒന്ന് കുറക്കുകയും അല്ലെ, അതേപോലെ ഒന്ന് സ്മോൾ നമ്പറേക്കാൾ ഒന്ന് കൂട്ടുകയും ചെയ്താൽ അതിന്റെ പ്രൊഡക്റ്റ് എന്തായിരിക്കും? ഒറിജിനൽ നമ്പറേക്കാൾ മോർ ആയിരിക്കും. അത് നമ്മൾ എഴുതാൻ പോകുന്നു. The large number of increased by 1 and small is increased by 1. The product is decreased. അല്ലെ? അപ്പൊ ഇതിന്റെ പ്രൊഡക്റ്റ് ഡിക്രീസ് ചെയ്തു. 40 ആയിരുന്നു, അത് 36ലേക്ക് എത്തി, അത് ഡിക്രീസ് ചെയ്തു. കൺസെപ്റ്റ് ഓർത്ത് വെക്കണേ. അടുത്ത എന്താ പറയുക? നമ്മള് ലാർജ് നമ്പർ കൂടി ഒന്ന് ഡിക്രീസ് ചെയ്യും, സ്മോൾ ഇൻക്രീസ്ഡ് ബൈ 1 ഇൻക്രീസ് ചെയ്യുകയും ചെയ്തപ്പോ എന്ത് ചെയ്തു? പ്രൊഡക്റ്റ് എന്ത് ചെയ്തു? ഇൻക്രീസ് ചെയ്തു അല്ലെ? 40 അത് 42 ആയി മാറി. ഇത് നമ്മൾ ജനറലൈസേഷൻ പറയാൻ പോവാണ്, അഥവാ ജനറൽ ഫോർമാറ്റിലേക്ക് പോവുകയാണ്. ഞാൻ ആദ്യം ചെയ്യുന്നതാണ് ലാർജ് നമ്പർ ബൈ എക്സ്. ലാർജ് നമ്പറിന് എക്സ് കൊടുത്തു, സ്മോളർ നമ്പറിന് വൈ എന്ന് കൊടുത്തു.
if the large number is increased by 1 and smaller number is increased by the product is നമുക്ക് എങ്ങനെ എഴുതാം x plus 1 into y minus 1 എന്ന് പറഞ്ഞാൽ xy minus x plus y minus 1 ആക്കി പറയാം. തിരിച്ച് പറയുകയാണെങ്കിൽ the large number is decreased by 1, small number is increased by 1 എന്ന് പറഞ്ഞാൽ x minus 1 into y plus 1 എന്ന് പറഞ്ഞാൽ xy plus y x minus y minus 1 എന്ന് പറയാൻ പറ്റും. നമ്മൾ അടുത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റീസ് ആണ്. പേജ് നമ്പർ 82. അതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഫസ്റ്റ് ക്വസ്റ്റ്യൻ, the product of two numbers is 713 and difference is 8. What is the product of the large number increased by 1 and smaller number is decreased by 1? Second one, what is the product of the larger number decreased by 1 and smaller number is increased by 1? അപ്പൊ നമ്മൾ ആദ്യം ചെയ്യുന്നത് ഒരു സ്മോളർ നമ്പർ ഉണ്ട്, ലാർജ് നമ്പർ ഉണ്ട്. ഞാൻ ലാർജ് നമ്പറിനെ എന്തെടുത്തു? എക്സ് ആക്കി എടുത്തു. സ്മോളർ നമ്പർ എന്താക്കി? വൈ ആക്കി എടുത്തു. അപ്പൊ ഇതിന്റെ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 713 ആണ്. അപ്പൊ എക്സും വൈയും മൾട്ടിപ്ലൈ ചെയ്ത് എത്ര കിട്ടും? 713. ആൻഡ് ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എക്സ് മൈനസ് വൈ ആണ്. എക്സ് മൈനസ് വൈ എത്ര കിട്ടി? 8. ഇനി ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. What is the product of the large number increased by 1 and small number is decreased by 1? അപ്പൊ ലാർജ് നമ്പറിനെ ഞാൻ എന്താക്കി കൊടുത്തിട്ടുണ്ട്? എക്സ് ആക്കി കൊടുത്തിട്ടുണ്ട്. increased by 1, അപ്പൊ ലാർജ് നമ്പർ എക്സ് പ്ലസ് 1. ഇനി സെക്കൻഡ് എന്താണ്? സ്മോൾ നമ്പർ ഈസ് ഡിക്രീസ്ഡ് ബൈ 1. എന്താണ് സ്മോൾ നമ്പർ? എന്താണ്? വൈ ആണ്. അപ്പൊ വൈ മൈനസ് 1. പിന്നെ എന്താണ് അതിന്റെ പ്രൊഡക്റ്റ് എന്നാ പറഞ്ഞത്? പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ ആരൊക്കെയാണ്? നമുക്ക് എക്സ് പ്ലസ് 1 ഇൻറ്റു വൈ മൈനസ് 1 പ്രൊഡക്റ്റ് ചെയ്യാം. എക്സ് ഇൻറ്റു വൈ അല്ലെ, പിന്നെ എക്സ് ഇൻറ്റു 1, അപ്പൊ എക്സ് ഇൻറ്റു 1, 1 ഇൻറ്റു വൈ അല്ലെ, 1 ഇൻറ്റു വൈ, 1 ഇൻറ്റു 1, വൈ ഇൻറ്റു 1. എക്സ് ഇൻറ്റു വൈ എഴുതി, എക്സ് ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ എക്സ് ഇൻറ്റു 1 എഴുതി, പ്ലസ് ഇൻറ്റു മൈനസ് മൈനസ്, 1 ഇൻറ്റു വൈ എഴുതി, പ്ലസ് ഇൻറ്റു മൈനസ് മൈനസ് എഴുതി, ഈക്വൽ ടു എക്സ് വൈ മൈനസ് എക്സ് പ്ലസ് വൈ മൈനസ് 1. ഞാൻ ഇവിടെ ഒരു മൈനസിനെ പുറത്തേക്ക് എടുക്കുക. നമ്മൾ എക്സ് മൈനസ് എക്സ് പ്ലസ് വൈ. അപ്പൊ അതിന് മൈനസിനെ പുറത്തേക്ക് എടുത്ത് കഴിഞ്ഞാൽ എക്സ് മൈനസ് വൈ ആക്കി എഴുതാം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഡിഫറൻസ് നമ്മൾ എടുത്തിട്ടുണ്ട്. എക്സ് മൈനസ് വൈ നമുക്ക് അറിയാം. ഇവിടെ എടുത്ത എങ്ങനെയാണ്? മൈനസിന് ഔട്ട് സൈഡ് എടുത്തു. അപ്പൊ മൈനസ് പുറത്തേക്ക് എടുത്തു എന്ന് പറഞ്ഞാൽ ഇനി ഇത് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക. ഇതന്നെ കിട്ടണം നോക്കാം. മൈനസ് ഇൻറ്റു എക്സ് മൈനസ് എക്സ്, മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് വൈ. അപ്പൊ മൈനസ് എക്സ് പ്ലസ് വൈ നമുക്ക് എങ്ങനെ എഴുതാം? മൈനസ് ഓഫ് എക്സ് മൈനസ് വൈ ആക്കി. അപ്പൊ അതിന് ഇവിടെ മാറ്റി എഴുതാണ് എക്സ് വൈ അല്ലെ. എങ്ങനെ എഴുതി? മൈനസ് ഓഫ് എക്സ് മൈനസ് വൈ മൈനസ് 1 ആക്കി എഴുതി. നമുക്കറിയാം എക്സ് മൈനസ് വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8. ഡിഫറൻസ് എക്സ് വൈ എന്ന് പറഞ്ഞാൽ 713 ആണെന്ന് അറിയാം. അപ്പൊ ഇവിടെ ഒക്കെ ഉണ്ടല്ലോ. അപ്പൊ എന്ത് പറഞ്ഞു നമുക്ക്? 713 മൈനസ് 8 മൈനസ് 1. അപ്പൊ 713 മൈനസ് 9 സബ്ട്രാക്ട് ചെയ്യുമ്പോൾ എന്തായി? 704 ആണ് അതിന്റെ പ്രൊഡക്റ്റ് ആയിട്ട് വന്നത്. അപ്പൊ എന്ത് ചെയ്താ നമുക്ക്? അല്ലെ, 7104 ആണ് ഇതിന്റെ ആൻസർ ആയി. ഇതിലെ അടുത്ത ക്വസ്റ്റ്യൻ എന്താണ് കിട്ടിയത്? വാട്ട് ഈസ് ദി പ്രൊഡക്റ്റ് ഓഫ് ദി ലാർജർ നമ്പർ ഈസ് ഇൻക്രീസ്ഡ് ബൈ അല്ലെ ഡിക്രീസ്ഡ് ബൈ 1 ആൻഡ് സ്മോൾ നമ്പർ ഈസ് ഇൻക്രീസ്ഡ് ബൈ. അപ്പോ ലാർജ് നമ്പർ എന്ത് ചെയ്യാണ്? ഡിക്രീസ് ചെയ്യാണ്. ലാർജ് നമ്പർ എക്സ് ആണ്, എക്സ് മൈനസ് 1. ഇനി സ്മോൾ നമ്പർ ഇൻക്രീസ്ഡ് ബൈ വൈ പ്ലസ് 1. അപ്പൊ വൈ പ്ലസ് 1 കിട്ടും. ഇനി പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ആര് വരും? എക്സ് മൈനസ് 1 ഇൻറ്റു വൈ പ്ലസ് 1, എക്സ് മൈനസ് 1 ഇൻറ്റു വൈ പ്ലസ് 1 ഈക്വൽ ടു എക്സ് ഇൻറ്റു വൈ എക്സ് വൈ, എക്സ് ഇൻറ്റു 1 അല്ലെ എക്സ്, മൈനസ് 1 ഇൻറ്റു വൈ മൈനസ് വൈ. ഞാൻ സ്റ്റെപ്പ് ഒന്ന് കൂട്ടി. മൈനസ് ഇൻറ്റു അല്ലെ 1 ഇൻറ്റു വൈ വൈ, മൈനസ് ഇൻറ്റു പ്ലസ് മൈനസ്, 1 ഇൻറ്റു 1 1, പിന്നെ ഒരു മൈനസ് 1 കൊടുത്തു. ഇനി എന്ത് കിട്ടു? നമുക്കറിയാം എക്സ് വൈ എന്ന് പറഞ്ഞാൽ 713 ആണ്. എക്സ് മൈനസ് വൈ എന്ന് പറഞ്ഞാൽ 8 ആണ്. മൈനസ് 1 ഇട്ടു. ഇനി 713 പ്ലസ് 8 എന്ന് പറഞ്ഞാൽ 721 മൈനസ് 1 ഈക്വൽ ടു 720 ആണ് ഇതിന്റെ ഫൈനൽ ആൻസർ ആയി. 720 ആണ് ഫൈനൽ ആൻസർ. ക്ലിയർ ആയല്ലോ? ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എത്രാമത്തെ ക്വസ്റ്റ്യൻ ആണ്?
second question. എന്താണ് second question? The product of two numbers is 5 more than the product of the larger of the number increased by 1 and smaller decreased by 1. How much is the increase the product of the large is decreased by 1 and the smaller increased by 1. നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? നമ്മള് ഒരു നമ്പർ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, അതേപോലെ ഡിക്രീസ് ചെയ്യുന്നുണ്ട്. അതേത് ലാർജ് നമ്പറും സ്മോൾ നമ്പറും. അപ്പൊ നമുക്ക് എന്ത് ചെയ്താം? ലാർജ് നമ്പർ ഞാൻ എന്താക്കി? എക്സ് ആക്കി എടുത്തു. സ്മോൾ നമ്പറിനെ എന്താക്കി എടുത്തു? വൈ ആക്കി എടുത്തു. എന്നിട്ട് എന്ത് പറഞ്ഞു? നമ്മള് ഫസ്റ്റ് വരി എടുത്തു. എന്താണ്? ലാർജ് നമ്പർ കൂടി 1 ആഡ് ചെയ്തു എന്നാണ്. അപ്പൊ എങ്ങനെ? ലാർജ് നമ്പർ ഇവിടെ എക്സ് ആണ്, എക്സ് പ്ലസ് 1. അപ്പൊ സ്മോൾ നമ്പർ എന്താവും? സ്മോളർ ഡിക്രീസ്ഡ് ബൈ 1 എന്ന് പറഞ്ഞാൽ എന്താണ്? y മൈനസ് 1 ആണ് വരും. ഇനി അടുത്ത നമ്മൾ സെന്റൻസ് പറയണേ, the product of two numbers is 5 more than the product of the larger of the number increased by 1 and the smaller decreased by 1 എന്നാ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ പ്രൊഡക്റ്റ് ഓഫ് ടു നമ്പേഴ്സ് നമുക്കറിയാം. പ്രൊഡക്റ്റ് ഓഫ് ടു നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എക്സ് വൈ അല്ലെ? എന്താണ്? ഈസ് ഈക്വൽ ടു 5 more than 5 plus the product of large number അല്ലെ? ലാർജ് നമ്പർ നമുക്കറിയാം എക്സ് ആണ്, അതുകൂടി പ്ലസ് 1 and the smaller one is decreased. smaller one എന്താണ്? y ആണ്, y മൈനസ് 1. അപ്പൊ ഈ ഇക്വേഷനെ ഞാൻ എങ്ങനെ എഴുതി? the product of two numbers is, the product of two numbers xy is equal to 5 more than 5 plus larger of the number increased by 1. large എന്ന് പറഞ്ഞാൽ x plus 1 അല്ലെ? x ആണ്, ഇവിടെ 1 ആഡ് ചെയ്തു. and smaller one decreased. smaller y ആണ്, y minus 1 എന്ത് ചെയ്തു? പ്രൊഡക്റ്റ് ചെയ്തു അല്ലെ? രണ്ടിന്റെയും പ്രൊഡക്റ്റ് ഓഫ് എന്ന് പറഞ്ഞു. xy equal to 5 plus x into y, xy, x into 1, x into 1, plus into minus, minus 1 into y, 1 into y, plus into plus, plus 1 into 1, 1 into 1, plus into minus, minus. അപ്പൊ xy equal to 5 plus xy അല്ലെ? x into x1 എന്ന് പറഞ്ഞാൽ x തന്നെയാണ്, 1 into y എന്ന് പറഞ്ഞാൽ y തന്നെയാണ്, 1 into 1 എന്ന് പറഞ്ഞാൽ 1 തന്നെയാണ്. അപ്പൊ 5 ന്ന് 1 സബ്ട്രാക്ട് ചെയ്യാം. 5 ന്ന് 1 സബ്ട്രാക്ട് ചെയ്താൽ 4 അല്ലെ? പ്ലസ് എക്സ് വൈ മൈനസ് എക്സ് പ്ലസ് വൈ എന്ന രീതിയിലേക്ക് വന്നു. ഇനി ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്? ഈ മൈനസ് എക്സിനെ അങ്ങോട്ട് കൊണ്ടുപോവാണ്, ഈ പ്ലസ് വൈനെ അങ്ങോട്ട് കൊണ്ടുപോവാണ്, ഈ എക്സ് വൈനെ അങ്ങോട്ട് കൊണ്ടുപോവാണ്. അപ്പൊ ആരൊക്കെ കൊണ്ടുപോകണം? ആദ്യം ഞാൻ ഈ എക്സ് വൈനെ ആദ്യം ഇങ്ങോട്ട് കൊണ്ടുവന്നു. ഇവിടെ പ്ലസ് എക്സ് വൈന് എന്തായി മാറി? മൈനസ് എക്സ് വൈ ആയി. ഇവിടെ പ്ലസ് മൈനസ് എക്സിനെ അങ്ങോട്ട് വരുമ്പോ പ്ലസ് എക്സ് ആയി വന്നു. പ്ലസ് വൈനെ അങ്ങോട്ട് കൊണ്ടുപോയപ്പോ മൈനസ് വൈ ആയി വന്നു. പിന്നെ ഇവിടെ ആര് മാത്രമേ ഉള്ളൂ? 4 മാത്രമേ ഉള്ളൂ. ഇവിടെ നോക്കുക, എക്സ് വൈയും ക്യാൻസൽ ആയി പോയി. ബാക്കി ആരേ ഉള്ളൂ? എക്സ് മൈനസ് വൈ ഈക്വൽ ടു 4 ആയി മാറും. അപ്പൊ എക്സ് വൈ മൈനസ് അല്ലെ എക്സ് വൈ പ്ലസ് എക്സ് മൈനസ് വൈ ഈക്വൽ ടു 4. ഇനി നമ്മൾ ആദ്യം ഇങ്ങനെ 5 ഇങ്ങോട്ട് കൊണ്ടുവന്നു ചോദിക്കാം. അപ്പൊ നമുക്ക് എങ്ങനെ വരും എന്ന് വെച്ച് കഴിഞ്ഞാൽ മൈനസ് എക്സ് പ്ലസ് വൈ ഈക്വൽ ടു മൈനസ് 4 എന്ന രീതിയിൽ വരും. ഇനി ഇതിന്ന് മൈനസിന് ഔട്ട് സൈഡ് എടുക്കണം. ഒരു മൈനസിന് ഔട്ട് സൈഡ് എടുത്തപ്പോൾ എന്താവും? എക്സ് മൈനസ് വൈ ഈക്വൽ ടു മൈനസ് 4. അപ്പൊ എക്സ് മൈനസ് വൈ ഈക്വൽ ടു 4 ആയി. അപ്പൊ ഈ രീതിയിൽ നമുക്ക് ഇനി അടുത്ത സെക്ഷനിലേക്ക് വരുമ്പോൾ ഇങ്ങനെ രീതി വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഇപ്പൊ അതിനെ പറഞ്ഞത്. മൈനസ് എക്സ് പ്ലസ് വൈ ഈക്വൽ ടു മൈനസ് 4 ആണ്. അപ്പൊ ഈ മൈനസിനെ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ എക്സ് ആയി മാറി. പിന്നെ ഇവിടെ പ്ലസ്സിലേതാവും മൈനസ്, കാരണം മൈനസ് ഇൻറ്റു പ്ലസ് മൈനസ്, മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ്, അതാണ് മൈനസ് ഇൻറ്റു പ്ലസ് മൈനസ്, മൈനസ് ഇൻറ്റു പ്ലസ് അല്ലെ? മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് എന്ന രീതിയിലേക്ക് വന്നു. എന്താ ചെയ്തത്? ഇവിടെ മൈനസിന് ഔട്ട് സൈഡ് എടുത്തു,
അപ്പൊ എന്തായി മൈനസ് പുറത്തിട്ടു, എക്സ് ഇവിടെ ഇട്ടു, ഇവിടെ പ്ലസിൽ എന്താക്കി മൈനസ് ആക്കി എഴുതിയിരുന്നു. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മൈനസ് ഇൻറ്റു പ്ലസ് മൈനസ്, മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് എന്ന രീതിയിലേക്ക് വന്നു. ഈ മൈനസും ഈ മൈനസ് എന്ത് ചെയ്തു ക്യാൻസൽ ആയി വന്നു. അപ്പോ അങ്ങനെയും ഈ 5നെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടും ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങോട്ട് കൊണ്ടുപോകുമ്പോഴാണ് നമുക്ക് ഈ പ്രശ്നങ്ങൾ വരുള്ളൂ, അല്ലാതെ നമുക്ക് പ്രശ്നങ്ങൾ വരുന്നില്ല. അപ്പൊ എക്സ് വൈ ഈക്വൽ ടു 4 പ്ലസ് എക്സ് വൈ മൈനസ് എക്സ് പ്ലസ് വൈ കിട്ടി. ഈ മൈനസ് എക്സിനെ അങ്ങോട്ട് കൊണ്ടുപോയി, അതേപോലെ പ്ലസ് വൈനെ അങ്ങോട്ട് കൊണ്ടുപോയപ്പോ മൈനസ് വൈ ആയി വന്നു. ഇനി അടുത്ത നമ്മൾ എന്താ നടക്കണേ നമ്മുടെ അല്ലെ, ദ ലാർജർ ഈസ് ഡിഗ്രീസ്ഡ് ബൈ 1 എന്ന് പറയും അല്ലെ. ലാർജ് ഈസ് ഡിഗ്രീസ്ഡ് ബൈ, ഇവിടെ ലാർജ് നമ്പർ ആരാണ് എക്സ് ആണ്. അതിവിടെ ആര് ഡിഗ്രീസ് ചെയ്യാൻ പറഞ്ഞിരിക്കണേ 1 ഡിഗ്രീസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും അല്ലെ, എക്സ് മൈനസ് 1 എന്ന രീതിയിൽ എഴുതാൻ പറ്റും. അപ്പൊ എക്സ് മൈനസ് 1. അടുത്തെന്താണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്, ദ സ്മാളർ ഇൻക്രീസ്ഡ് ബൈ 1. ഇവിടെ സ്മാളർ ആരാണ് വൈ ആണ്. വൈ കൂടെ എന്ത് ചെയ്യണം ഇൻക്രീസ് ചെയ്യണം. അപ്പൊ എന്താവും വൈ പ്ലസ് 1 ആണ് വരുന്നത്. ഇനി അടുത്ത നമ്മൾ എന്താ പറയുന്നത് അതിന്റെ അല്ലെ, ദ പ്രൊഡക്റ്റ് ഓഫ് ഇത് ലാർജ് ഈസ് ഡിഗ്രീസ്ഡ് ബൈ 1 ആൻഡ് ദി സ്മാളർ ഈസ് ഇൻക്രീസ്ഡ് ബൈ 1 ആണെന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇതിന്റെ പ്രൊഡക്റ്റ് ഏത് എക്സ് പ്ലസ് 1ന്റെയും 1 ഇൻക്രീസ് ചെയ്തതിന്റെയും 1 ഡിഗ്രീസ് ചെയ്തതിന്റെയും ചെയ്തിട്ട് അതിന്റെ പ്രൊഡക്റ്റുകൾ തമ്മിൽ എന്താണ് ഇത് എന്താണ് 5 ലെസ് ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ എക്സ് പ്ലസ് 1 ഇൻറ്റു വൈ മൈനസ് 1 ഈക്വൽ ടു എക്സ് വൈ മൈനസ് 5 ആണ് എന്ന് കിട്ടുന്നത്. അപ്പൊ വൈ എക്സ് പ്ലസ് 1 ഇൻറ്റു വൈ മൈനസ് 1 ഈക്വൽ ടു എക്സ് വൈ മൈനസ് 5 കിട്ടിയല്ലോ. ഇനി എന്ത് ചെയ്യാ ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യാം. ഇവിടെ എന്താണ് നമ്മൾ എഴുതിയത്, ദ പ്രൊഡക്റ്റ് ഓഫ് 2 numbers is 5 more than the product of the large number of the numbers increased by. അപ്പൊ ഇതിന്റെ പ്രൊഡക്റ്റ് എന്നാണ് ഇത്. അത് ആരുമായിട്ട് ഒറിജിനലുമായിട്ട് എക്സ് വൈ കൂടി എന്താണ് -5 വരുന്നത്. ഇനി ഇത് മൾട്ടിപ്ലൈ ചെയ്യാം. എക്സ് ഇൻറ്റു വൈ എക്സ് വൈ, എക്സ് ഇൻറ്റു മൈനസ് 1 അപ്പൊ 1 ഇൻറ്റു എക്സ് അല്ലെ, പ്ലസ് ഇൻറ്റു മൈനസ് മൈനസ് 1 ഇൻറ്റു വൈ 1 ഇൻറ്റു വൈ പ്ലസ് ഇൻറ്റു മൈനസ് മൈനസ് 1 ഇൻറ്റു 1 ഈക്വൽ ടു എക്സ് വൈ മൈനസ് 5. അപ്പൊ എക്സ് വൈ മൈനസ് എക്സ് പ്ലസ് വൈ മൈനസ് 1 ഈക്വൽ ടു എക്സ് വൈ മൈനസ് 5. ഞാൻ ചെയ്യാൻ പോണത് ഇവിടെ പ്ലസ് എക്സ് വൈ ഉണ്ട്, അതിന് ഇങ്ങോട്ട് കൊണ്ടുവരികയാണ്. ഇവിടെ മൈനസ് 1നെ ഈക്വൽ ടു അപ്പുറം കൊണ്ടുപോവുക. അപ്പൊ എക്സ് വൈ മൈനസ് എക്സ് പ്ലസ് വൈ പ്ലസ് എക്സ് വൈ കിട്ടുമ്പോ മൈനസ് എക്സ് വൈ ഈക്വൽ ടു മൈനസ് 5. മൈനസ് 1 അങ്ങോട്ട് പോകുമ്പോ പ്ലസ് 1 ആയി മാറി. അപ്പൊ എന്ത് കിട്ടി, എക്സ് വൈയും എക്സ് വൈ എന്ത് ചെയ്തു ക്യാൻസൽ ആയി പോയി. ബാക്കി ഒരു മൈനസ് എക്സ് പ്ലസ് വൈ ഈക്വൽ ടു മൈനസ് 4. അപ്പൊ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ആയി. എന്തായിരുന്നു മൈനസ് എക്സ് പ്ലസ് വൈ ആയി കിട്ടി. ഇതിന് എന്ത് ചെയ്തു, ഞാനൊരു മൈനസിന് എന്തു പുറത്തേക്ക് കൊടുത്തു. മൈനസ് ഓഫ് എക്സ് മൈനസ് വൈ ആയി മാറി അല്ലെ. ഇതിനെ മൈനസിനെ ഔട്ട് സൈഡ് എടുത്തു. അപ്പൊ എക്സ് മൈനസ് വൈ ആയി മാറി. അപ്പൊ ഇവിടെ നോക്കുക, ഇവിടെ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക. മൈനസ് ഇൻറ്റു എക്സ് മൈനസ് എക്സ്, മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് വൈ ആണ്. അപ്പൊ മൈനസ് ഓഫ് എക്സ് പ്ലസ് വൈ എങ്ങനെ എഴുതി നമ്മള്, മൈനസ് ഓഫ് എക്സ് മൈനസ് വൈ ഈക്വൽ ടു മൈനസ് 4. ഈ മൈനസും പോയി. അപ്പൊ എന്ത് കിട്ടി, എക്സ് മൈനസ് വൈ ഈക്വൽ ടു 4 വന്നു. ഇനി അടുത്ത നമ്മൾ പറഞ്ഞത് എന്താണ്, ലാർജ് നമ്പർ കൂടി 1 ഡിഗ്രീസ് ചെയ്യുന്നു എന്ന് പറഞ്ഞത്. അപ്പൊ എക്സ് മൈനസ് 1 ലാർജ് നമ്പർ കൂടി 1 ഇൻക്രീസ് ചെയ്യുന്നു y പ്ലസ് 1. ഇനി അതിന് എന്ത് ചെയ്യാം പ്രൊഡക്റ്റ് കാണാൻ പറഞ്ഞു. അപ്പൊ പ്രൊഡക്റ്റ് കൂടി എന്ത് പറയുന്നത്, ദ പ്രൊഡക്റ്റ് ഓഫ് എ ലാർജ് നമ്പർ ഇസ് ഡിഗ്രീസ്ഡ് ബൈ 1 ആൻഡ് സ്മോളർ ഇസ് ഇൻക്രീസ്ഡ് ബൈ 1 എന്ന് പറഞ്ഞാൽ എക്സ് മൈനസ് 1 ഇൻറ്റു വൈ പ്ലസ് 1 ചെയ്യാം. അപ്പൊ എക്സ് ഇൻറ്റു വൈ എക്സ് വൈ, ഇനി എക്സ് ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ എക്സ്, ഇനി 1 ഇൻറ്റു വൈ അല്ലെ വൈ ആണ്, മൈനസ് ഇൻറ്റു പ്ലസ് മൈനസ് 1 ഇൻറ്റു 1 1, മൈനസ് ഇൻറ്റു പ്ലസ് മൈനസ് ഈക്വൽ ടു എക്സ് വൈ. എക്സ് മൈനസ് വൈ നമുക്ക് തൊട്ട് നമ്മൾ എഴുതിയിരുന്നു. എത്രയായിരുന്നു നമ്മൾ എഴുതിയത് 4 ആണ്. അപ്പൊ പ്ലസ് 4 മൈനസ് 1 എക്സ് മൈനസ് വൈ എന്ന് പറഞ്ഞാൽ നമ്മൾ തൊട്ട് മുമ്പ് കണ്ടെത്തിയിരുന്നു 4 ആണ്. അത് എന്ത് ചെയ്തു ഞാൻ ഇവിടെ എഴുതി വെച്ചു 4. ഇനി എന്ത് ചെയ്യാ 4 നിന്ന് 1 സബ്ട്രാക്ട് ചെയ്യുക. എത്ര കിട്ടി, പ്ലസ് 3. നമ്മുടെ ചോദ്യം എന്തായിരുന്നു, ക്വസ്റ്റ്യന്
അല്ലെ പ്രൊഡക്റ്റുമായിട്ട് എത്രയാണ് ഇൻക്രീസ് ചെയ്യുന്നത് ഇവിടെ ഹൗ മച്ച് ഇൻക്രീസ് അല്ലെ എത്രയാണ് ഈ പ്രൊഡക്റ്റുമായിട്ട് ഇൻക്രീസ് ചെയ്യുന്നത് അല്ലെ അപ്പൊ XY plus 3 എന്ന രീതിയിലാണ് അപ്പൊ എത്രയാണ് ഇൻക്രീസ് ചെയ്യുന്നത് 3 ആണ് നമുക്ക് എന്ത് ചെയ്യുന്നത് ഇൻക്രീസ് ചെയ്യുന്നത് അപ്പൊ ലാസ്റ്റ് എഴുതുക the 3 more than the product of the numbers അപ്പം 3 ആണ് ഇവിടെ എന്ത് ചെയ്യുന്നത് ഇൻക്രീസ് ചെയ്യുന്നതെന്ന് പറയാൻ പറ്റി ഇനി അടുത്ത ക്വസ്റ്റ്യൻ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ the product of the larger of two numbers increased by 1 and smaller decreased by 1 is 540 the product of the large decreased by 1 and the smaller increased by 1 is 550 first question what is the product of the numbers of themselves what is the difference what are the numbers തൊട്ട് മുമ്പ് നമ്മൾ കഴിഞ്ഞ ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റിയിൽ കുറേ ചെയ്തു പോയ ആ മെത്തേഡിലേക്ക് എത്തിപ്പെട്ടിട്ടുള്ളത് അപ്പൊ നമ്മൾ ലാർജ് നമ്പറും സ്മോളർ നമ്പറുമായിട്ടാണ് അവർ കമ്പയർ ചെയ്തത് അപ്പൊ ലാർജ് നമ്പറിനെ ഞാൻ എന്താക്കി കൊടുത്തു എക്സ് ആക്കി എടുത്തു അതുകൂടി സ്മാൾ നമ്പർ എന്താക്കി കൊടുത്തു വൈ ആയും കൊടുത്തു ഇനി എന്ത് ചെയ്തു ഫസ്റ്റ് സെന്റൻസിൽ പറഞ്ഞേ ലാർജ് നമ്പർ ഈസ് ഇൻക്രീസ്ഡ് ബൈ 1 എന്ന് പറഞ്ഞാൽ എക്സ് പ്ലസ് 1 ആണ് ഇനി സ്മോളർ നമ്പർ ഈസ് ഡിക്രീസ്ഡ് ബൈ 1 വൈ മൈനസ് 1 ഇനി the product of a large increased by 1 decreased by 1 is 540 എന്ന് പറഞ്ഞാൽ ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുക എങ്ങനെ x plus 1 into y minus 1 equal to 540 ചെയ്യുക അപ്പൊ എന്ത് കിട്ടും x into y xy x into minus 1 that is minus x അല്ലെ x into 1 x plus into minus minus ഇനി 1 into y y plus 1 into 1 1 അല്ലെ 1 into 1 1 plus into minus minus equal to 540 ഇതിനെ equation 1 അപ്പൊ ഇതിനെ മൾട്ടിപ്ലൈ ചെയ്തപ്പോ എങ്ങനെ കിട്ടുന്നത് x into y xy അടുത്ത് x into minus 1 അപ്പൊ എന്താണ് മൈനസ് എക്സ് 1 into y y 1 into minus 1 minus 1 equal to 540 ഇനി അടുത്തതിലേക്ക് പോകണം അടുത്ത നമ്മൾ പറഞ്ഞിട്ടുള്ളത് the larger is decreased by 1 large ആരുമായിട്ട് ഡിഗ്രീസ് ചെയ്തിരിക്കണേ 1 മായിട്ട് ഡിഗ്രീസ് ചെയ്തിരിക്കണേ അപ്പൊ ലാർജ് ആണ് x ആണ് x minus 1 അടുത്തെന്താണ് smaller is increased by small y ആണ് y plus 1 ഇനി അടുത്ത സ്റ്റെപ്പ് എന്താ the product of larger decreased by 1 and smaller is increased by എത്രയാണ് 560 അപ്പൊ ഇതിന്റെ പ്രൊഡക്റ്റ് into y plus 1 equal to 560 ആണ് വന്നത് ഇനി എന്ത് ചെയ്യുക മൾട്ടിപ്ലൈ ചെയ്യുക x into x y എന്ന് പറഞ്ഞാൽ xy x into 1 x 1 into y y minus into plus minus 1 into 1 1 minus into minus plus minus into plus minus equal to 560 equation 2 അപ്പൊ എന്ത് കിട്ടി ഇപ്പൊ നമുക്ക് ഇക്വേഷൻ 1 ഉം ഇക്വേഷൻ 2 ഉം കണ്ടെത്തി ഞാൻ എന്ത് ചെയ്യാൻ പോവാണ് ഇക്വേഷൻ 1 നെയും ഇക്വേഷൻ 2 നും തമ്മിൽ ആഡ് ചെയ്യാൻ ഇക്വേഷൻ 1 ആണ് xy മൈനസ് എക്സ് പ്ലസ് വൈ മൈനസ് 1 ആണ് ഇക്വേഷൻ 2 എന്ന് പറഞ്ഞാൽ xy പ്ലസ് എക്സ് മൈനസ് വൈ മൈനസ് 1 ഈക്വൽ ടു ഇവിടെ 540 പ്ലസ് 560 ആണ് വരുന്നത് ഇവിടെ നോക്കാം മൈനസ് എക്സും പ്ലസ് എക്സും ക്യാൻസൽ ആയി പ്ലസ് വൈയും മൈനസ് വൈയും ക്യാൻസൽ ആയി ബാക്കി ആരുള്ളൂ എക്സ് വൈ മൈനസ് 1 പ്ലസ് എക്സ് വൈ മൈനസ് 1 ഈക്വൽ ടു 1100 ആഡ് ചെയ്യുമ്പോൾ ഇവിടെ 2xy മൈനസ് 2 ഈക്വൽ ടു 1100 അപ്പൊ 2xy ഈക്വൽ ടു 1100 മൈനസ് 2 പ്ലസ് 2 അങ്ങോട്ട് കൊണ്ടുപോകുമ്പോ ഇവിടെ എന്താവും പ്ലസ് 2 ആയി മാറും അല്ലെ ഇവിടെ മൈനസ് 2 ഈക്വൽ ടു അപ്പുറം കൊണ്ടുപോകുമ്പോ പ്ലസ് 2 അപ്പൊ 2xy മൈനസ് 2 ഈക്വൽ ടു 1100 ആണ് ഈ മൈനസ് 2 ഈക്വൽ ടു അപ്പുറം പോകുമ്പോ പ്ലസ് 2 നമ്മൾ നേരത്തെ ചെയ്തപ്പോ അവിടെ എന്ത് ചെയ്തു ഇവിടെ പ്ലസ് ആയപ്പോഴായിരുന്നു ഇവിടെ മൈനസിലേക്ക് വന്നിരുന്നത് ഇവിടെ മൈനസ് ആണ് ഈക്വൽ ടു അപ്പുറം പോകുമ്പോ പ്ലസ് അപ്പൊ ഇത് ആഡ് ചെയ്യുമ്പോൾ എന്താവും 1102 അപ്പൊ 2xy ഈക്വൽ ടു 1102 ആണ് xy ഈക്വൽ ടു 1102 by 2
അപ്പൊ എത്ര കിട്ടി ഡിവിഷൻ നടത്തിയാൽ 5 5 1 1 ആണ് വരുന്നത്. എന്ന് പറഞ്ഞാൽ XY എന്ന് പറഞ്ഞാൽ പ്രൊഡക്റ്റ് ആണ്. ആരുമായിട്ട്? ടു നമ്പേഴ്സിന്റെ പ്രൊഡക്റ്റ് ആയിട്ടാണ് വരുന്നത്. അപ്പൊ നമ്മൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ അതന്നെയല്ലേ പറയണേ? What is the product of the numbers themselves? രണ്ടിന്റെയും പ്രൊഡക്റ്റ് എത്രയാണ്? XY 5 5 1 ആണ് അതിന്റെ ആൻസർ. അപ്പൊ എന്താണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ? വാട്ട് ഈസ് ദെയർ ഡിഫറൻസ്? അതിനു വേണ്ടി ഞാൻ ഇക്വേഷൻ 2 കൊണ്ടുവരികയാണ്. അപ്പൊ എന്താണ് ഇക്വേഷൻ 2? xy plus x minus y minus 1 equal to 560. xy എന്ന് പറഞ്ഞാൽ നമുക്ക് തൊട്ട് മുമ്പ് കണ്ടെത്തിയിട്ടുണ്ട്. പ്ലസ് എക്സ് മൈനസ് വൈ മൈനസ് 1 ഈക്വൽ ടു 560. തമ്മിൽ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ എത്രയായി? 0 ആയി. 1 സബ്ട്രാക്ട് ചെയ്യുമ്പോൾ പ്ലസ് എക്സ് മൈനസ് വൈ ഈക്വൽ ടു 560. അപ്പൊ എക്സ് മൈനസ് വൈ ഈക്വൽ ടു 560 മൈനസ് 550 ദാറ്റ് ഈസ് 10. അപ്പൊ എന്ത് കിട്ടി? എക്സ് മൈനസ് വൈ ഈക്വൽ ടു എത്രയാണ്? 10 ആണ്. ഇതിന് ഇക്വേഷൻ 3. അപ്പൊ ഡിഫറൻസ് എത്ര കിട്ടി? 10. ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? 10 ആണെന്ന് കിട്ടി. ഇതിൽ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദി നമ്പേഴ്സ്? അപ്പൊ എക്സും വൈയും കിടക്കണം. നമ്മൾ കഴിഞ്ഞതിലൊക്കെ ചെയ്തു ഇങ്ങനെ വന്നപ്പോൾ നമ്മൾ ഒരു ഐഡന്റിറ്റീസ് ഉപയോഗിച്ചിരുന്നു. ഏതായിരുന്നു ഐഡന്റിറ്റീസ്? എക്സ് മൈനസ് വൈ ഹോൾ സ്ക്വയർ ഈക്വൽ ടു എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയർ മൈനസ് എക്സ് ഫോർ എക്സ് വൈ ആണ്. ഇവിടെ തൊട്ട് മുമ്പ് നമ്മൾ എക്സ് മൈനസ് വൈ നമ്മൾ കണ്ടെത്തിയത്. നമുക്ക് ഇനി എക്സ് പ്ലസ് വൈ കിട്ടിയാലാണ് നമ്മൾ രണ്ട് ഇക്വേഷൻ സോൾവ് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പൊ എക്സ് മൈനസ് വൈ എന്ന് പറഞ്ഞാൽ 10 സ്ക്വയർ എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയർ മൈനസ് 4 ഇൻറ്റു എക്സ് വൈ എന്ന് പറഞ്ഞാൽ 551. അപ്പൊ 100 അല്ലെ ഈക്വൽ ടു എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയർ മൈനസ് 4 നമ്മൾ 2204. അപ്പൊ എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയർ ഈക്വൽ ടു 100 പ്ലസ് മൈനസ് അങ്ങോട്ട് പ്ലസ് 2204. 2304 ആയി മാറി. ഇനി എക്സ് പ്ലസ് വൈ ഈക്വൽ ടു റൂട്ട് ഓഫ് 2304. എക്സ് പ്ലസ് വൈ ഈക്വൽ ടു എത്ര കിട്ടി? 48. അപ്പൊ എക്സ് പ്ലസ് വൈ അല്ലെ ഈക്വൽ ടു 48 ഇക്വേഷൻ എത്ര കൊടുത്തു? ഞാൻ എന്തെടുത്തു? 4 കൊടുത്തു. നമ്മൾ ഇക്വേഷൻ 3 എന്ന് പറഞ്ഞ ആരാണ്? എക്സ് മൈനസ് വൈ ആണ് ഈക്വൽ ടു 10. ഇക്വേഷൻ 3 ഇത് തമ്മിൽ ആഡ് ചെയ്താ പോരെ? അപ്പൊ ഇക്വേഷൻ 4 ഇക്വേഷൻ 3 ആഡ് ചെയ്യുമ്പോൾ 2x ഈക്വൽ ടു 48 പ്ലസ് 10 എത്ര കിട്ടി? 58. അപ്പൊ 2x ഈക്വൽ ടു 58. x ഈക്വൽ ടു 58 ബൈ 2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 29. അപ്പൊ എന്ത് കിട്ടിപ്പോ? x ഈക്വൽ ടു 29. ഞാൻ x പ്ലസ് വൈ ഈക്വൽ ടു 48 സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുകയാണ്. അപ്പൊ 29 പ്ലസ് വൈ ഈക്വൽ ടു 48. y ഈക്വൽ ടു 48 മൈനസ് 29 ഈക്വൽ ടു 90. അപ്പൊ ലാർജ് നമ്പർ x എന്ന് പറഞ്ഞാൽ 29 ഉം സ്മോൾ വാല്യൂ ആയ y എന്ന് പറഞ്ഞാൽ എത്രയാണ്? 19 ആണ് വരുന്നത്. നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? The large number x equal to എത്രയാണ്? 29. സ്മോൾ നമ്പർ y equal to 19 ആണ് കിട്ടിയത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഫോർത്ത് ക്വസ്റ്റ്യൻ. എന്താണ് ഫോർത്ത് ക്വസ്റ്റ്യൻ? If the length of a rectangle is increased by 3 meter and the breadth decreased by 2 meter, its area would be decreased by 10 square meter. If the length is decreased by 2 meter and the breadth is increased by 3 meter, the area would be increased by 30 square meter. Calculate the length and breadth of the rectangle. അല്ലെ? അപ്പോ ആരൊക്കെ ലെങ്ത്തും ബ്രെഡ്ത്തും ഡിക്രീസ് ചെയ്തിരിക്കണേ ഇൻക്രീസ് ചെയ്തിരിക്കണേ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് അതിന്റെ ലെങ്ത്തും ബ്രെഡ്ത്തും ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമ്മുടെ ലെങ്ത്തിന് എന്താക്കി എടുത്തു? എക്സ് എടുത്തു. ബ്രെഡ്ത്തിന് എന്താക്കി എടുത്തു? വൈ ആക്കി എടുത്തു. ഫസ്റ്റ് വരി എന്താണ്? The length is increased by 3 എന്ന് പറഞ്ഞു. അപ്പൊ എത്ര നമുക്ക് എഴുതാം? x plus 3. The breadth is decreased by 2. എങ്ങനെ എഴുതാം? y minus 2 ആക്കി എഴുതാം. The product, the area would be decreased by 10 square meter. ആരൊക്കെ തമ്മില്? ഈ x plus 3ന്റെയും y minus 2ന്റെയും പ്രൊഡക്റ്റുകള് സാധാരണ ഏരിയയേക്കാൾ 10 സെന്റിമീറ്റർ അല്ലെങ്കിൽ സ്ക്വയർ മീറ്ററേക്കാൾ ലെസ് ആണ്, ഡിക്രീസ് ചെയ്യും. അപ്പൊ എങ്ങനെ എഴുതി? x plus 3 into y minus 2 equal to xy minus 10. x into y, x into 2 എന്തായി? minus 2x ആയി. പ്ലസ് into minus
മൈനസ്. അപ്പൊ 2x. ഇനി 3 into y plus 3y. 3 into 2 6 അല്ലെ, പ്ലസ് ഇൻറ്റു മൈനസ് മൈനസ് ഈക്വൽ ടു xy മൈനസ് 10. വേണമെങ്കിൽ സ്റ്റെപ്പ് എഴുതണമെങ്കിൽ എഴുതാം. x into y എഴുതി, x into 2 അപ്പൊ x into 2 എഴുതി, പ്ലസ് ഇൻറ്റു മൈനസ് മൈനസ്. 3 into y എഴുതി, പ്ലസ് ഇൻറ്റു മൈനസ് മൈനസ് 3 into 2 ഈക്വൽ ടു xy മൈനസ്. അപ്പൊ 2x 3y. ഇനി എന്ത് ചെയ്യാ, ഈ xy ഇങ്ങോട്ട് കൊണ്ടുവരിക. അപ്പൊ xy മൈനസ് 2x പ്ലസ് 3y മൈനസ് xy. ഇനി എന്ത് ചെയ്യാ, ഈ 6 അങ്ങോട്ട് കൊണ്ടുപോയി. അപ്പൊ എന്താ, മൈനസ് 10 പ്ലസ് 6 ഈക്വൽ ടു എന്തായി, മൈനസ് 4ലേക്ക് ഇത് വന്നു. ഇനി ഇവിടെ പ്ലസ് xy ഉണ്ട്, ഇവിടെ ഒരു മൈനസ് xy ഉണ്ട്. മൈനസ് 2x പ്ലസ് 3y ഈക്വൽ ടു മൈനസ് 4 ആയി വന്നു. അപ്പൊ മൈനസ് 2x പ്ലസ് 3y ഈക്വൽ ടു എന്തായി, മൈനസ് 2x പ്ലസ് 3y ഈക്വൽ ടു മൈനസ് 4. ഇക്വേഷൻ 1 ആക്കി കൊടുത്തു. അപ്പൊ മൈനസ് 2x പ്ലസ് 3y ഈക്വൽ ടു മൈനസ് 4. ഇതിനെ ഇക്വേഷൻ 1 കൊടുത്തു. ഇനി അടുത്ത നമ്മളൊന്ന് പറയുന്നത് എന്താണ്, ലെങ്ത് ഈസ് ഡിക്രീസ്ഡ് ബൈ 2. ലെങ്ത് ഡിക്രീസ്, അപ്പൊ x മൈനസ് 2. അടുത്തെന്താണ്, ബ്രെഡ്ത്ത് ഈസ് ഇൻക്രീസ്ഡ് ബൈ 3 എന്ന് പറഞ്ഞാൽ y പ്ലസ് 3 ആണ്. ഇനി അടുത്ത നമ്മൾ എന്താണ്, പ്രൊഡക്റ്റിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ഏരിയ വുഡ് ബി ഇൻക്രീസ്ഡ് ബൈ 30 സ്ക്വയർ സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ x മൈനസ് 2നെയും y പ്ലസ് 3നെയും പ്രൊഡക്റ്റ് മൾട്ടിപ്ലൈ ചെയ്ത് അത് ആരുമായിട്ട് ഈക്വൽ ആണ് അല്ലെ, x മായിട്ട് അല്ലെ, ഇൻക്രീസ് എന്ന് പറഞ്ഞു 30യുമായിട്ട് ഈക്വൽ ആണ്. അപ്പോ x മൈനസ് 2 y പ്ലസ് 3 ഈക്വൽ ടു xy പ്ലസ് 30യുമായിട്ട് ഇൻക്രീസ് ആണ്. അപ്പൊ പ്ലസ് 30. ഇത് മൾട്ടിപ്ലൈ ചെയ്യാം, x into y xy, x into 3 3x, മൈനസ് 2 into y എന്നാണ് മൈനസ് 2y, 2 into 3 6, മൈനസ് into പ്ലസ് മൈനസ് ഈക്വൽ ടു xy പ്ലസ് 30. ഈ 6 അങ്ങോട്ട് കൊണ്ടുപോവുക, xy ഇങ്ങോട്ട് കൊണ്ടുവരിക. അപ്പൊ xy 3x മൈനസ് 2y മൈനസ് xy 30 പ്ലസ് 6. അപ്പൊ എന്ത് കിട്ടി അല്ലെ, ഈ xyയും മൈനസ് xyയും കേട്ടോ. അപ്പൊ 3x മൈനസ് 2y ഈക്വൽ ടു 36. ഇക്വേഷൻ 2. അപ്പൊ എന്ത് കിട്ടി നമുക്ക്, ഇക്വേഷൻ 1 എന്ന് പറഞ്ഞാൽ ആരൊക്കെയാണ്, മൈനസ് ആരൊക്കെയാണ് അല്ലെ, ഇക്വേഷൻ 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈനസ് 2x പ്ലസ് 3yയും മൈനസ് 4ഉമായിരുന്നു നമ്മുടെ ഇക്വേഷൻ 1. ഇക്വേഷൻ 2 എന്ന് പറഞ്ഞാൽ 3x മൈനസ് 2y ഈക്വൽ ടു 36 ആയിരുന്നു ഇക്വേഷൻ 2. ഇതിനെ നമ്മൾ സോൾവ് ചെയ്യാൻ പറഞ്ഞത് നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ ഒക്കെ പഠിച്ചിരുന്നു. നമുക്കറിയാം ഇത് രണ്ടിനും ഈക്വൽ ആക്കണം, അല്ലെങ്കിൽ ഇത് രണ്ടിനും ഈക്വൽ ആക്കണം. അതിനു വേണ്ടി ഞാൻ ഇക്വേഷൻ 1നെ ആരോട് മൾട്ടിപ്ലൈ ചെയ്തു, ഒരു 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ എന്താവും, മൈനസ് 6x പ്ലസ് 3 into 3 9y 12 ഈക്വൽ ടു ഇതിന് ഇക്വേഷൻ 3 കൊടുത്തു. അതേപോലെ ഇക്വേഷൻ 2നെ ഞാൻ എന്ത് ചെയ്യാൻ പോവാണ് അല്ലെ, ഇക്വേഷൻ 2നെ ഒരു 2 കൊണ്ട് മൾട്ടിപ്ലൈ. അപ്പൊ 6x മൈനസ് 4y ഈക്വൽ ടു 36 into 2 72 ഇക്വേഷൻ 4 കൊടുത്തു. അപ്പൊ എന്താ കിട്ടി നമുക്ക്, മൈനസ് 6x പ്ലസ് 9y ഈക്വൽ ടു മൈനസ് 12 ഇക്വേഷൻ 3. അടുത്ത 6x മൈനസ് 4y ഈക്വൽ ടു 72 ഇക്വേഷൻ 4. അപ്പൊ എന്ത് കിട്ടി നമുക്ക്, ഇക്വേഷൻ 4ഉം ഇക്വേഷൻ 3യും കിട്ടി. ഞാൻ ഇക്വേഷൻ 3യും 4ഉം തമ്മിൽ ആഡ് ചെയ്യാം. അപ്പൊ എന്താവും, 9y മൈനസ് 4y ഈക്വൽ ടു 72 മൈനസ് 12, ദാറ്റ് ഈസ് 5y ഈക്വൽ ടു 60. y ഈക്വൽ ടു 60 ബൈ 5 ഈക്വൽ ടു 12. അപ്പൊ y ഈക്വൽ ടു 12 ആയി മാറി. ഇനി അപ്പൊ y ഈക്വൽ ടു 12 ഞാൻ ഇക്വേഷൻ എയില് കൊടുക്കുകയാണ്, 1ലേക്ക് കൊടുക്കുകയാണ്. അപ്പൊ മൈനസ് 2x പ്ലസ് 3y ഈക്വൽ ടു മൈനസ് 4. മൈനസ് 2x പ്ലസ് y സ്ഥാനത്ത് 12 കൊടുത്തു, മൈനസ് 4. മൈനസ് 2x പ്ലസ് എത്രയായി 36 ഈക്വൽ ടു മൈനസ് 4. മൈനസ് 2x ഈക്വൽ ടു മൈനസ് 4 മൈനസ് 36ലേക്ക് വന്നു.
അപ്പൊ ഈക്വൽ ടു ഇവിടെ എന്താവും -2x ഈക്വൽ ടു -4 -36. അപ്പൊ -4 -36 എന്ന് പറഞ്ഞാൽ -40 ആയി മാറി. ഇപ്പൊ എന്ത് കിട്ടി? -2x ഈക്വൽ ടു -40, x ഈക്വൽ ടു -40 ബൈ -2 അല്ലെ? രണ്ട് മൈനസ് മൈനസ് വെട്ടിപ്പോയി. +40 ബൈ 2 എന്ന് പറഞ്ഞാൽ എത്രയായി? 20 ആയി. അപ്പൊ x എന്ന് പറഞ്ഞാൽ ലെങ്ത് ആണ്, y എന്ന് പറഞ്ഞാൽ ബ്രെഡ്ത്ത് ആണ്. അപ്പൊ x ഈക്വൽ ടു എത്ര കിട്ടി? 20 കിട്ടി. ബ്രെഡ്ത്ത് എന്ന് പറഞ്ഞാൽ y ആണ്, അത് 12 ആണ്. ആൻസർ കിട്ടിയല്ലോ. അപ്പൊ ഇതോടുകൂടി നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റീസ് കംപ്ലീറ്റ് ആയി. അതിനോടൊപ്പം നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ഐഡന്റിറ്റീസ് എന്ന ചാപ്റ്ററും എന്ത് ചെയ്തു? കംപ്ലീറ്റ് ആയി.